രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ചെറിയ കഥാസന്ദർഭമാണ് ഇന്ന് വിവരിക്കുന്നത്. രാവണനെ ജയിച്ച് സീതാദേവിയെ രാവണൻ കോട്ടയിൽ നിന്ന് മോചിപ്പിച്ച് നീണ്ട 14 വർഷത്തെ വനവാസം അവസാനിപ്പിച്ച് ശ്രീരാമനും കൂട്ടരും അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. അതേസമയം കൊട്ടാരത്തിൽ വസിഷ്ഠ മഹർഷിയും ബന്ധുജനങ്ങളും ശ്രീരാമ പട്ടാഭിഷേകത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പട്ടാഭിഷേകത്തിന് മുന്നോടിയായി രാമരാവണ യുദ്ധത്തിൽ മരണപ്പെട്ട അനേകായിരം ജീവനുകളുടെ പാപത്തിൽ നിന്നും രാമനെ മുക്തനാക്കാനായി ദാനധർമ്മങ്ങൾ നടത്തുവാനും വസിഷ്ഠ മഹർഷി ഏർപ്പാടുകൾ ചെയ്തു. ദാനങ്ങൾ സ്വീകരിക്കാൻ വമ്പിച്ച ജനപ്രവാഹം തന്നെ അയോധ്യയിലുണ്ടായി. ദാനങ്ങളുടെ കൂട്ടത്തിൽ എള്ളുദാനവും ഉണ്ടായിരുന്നു. എന്നാൽ എള്ളുദാനം സ്വീകരിക്കാൻ ആരും വന്നില്ല. എന്തെന്നാൽ എള്ളുദാനം സ്വീകരിച്ചാൽ പാപഭാരം കൂടി ഏറ്റെടുക്കേണ്ടി വരും എന്ന വിശ്വാസം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ വസിഷ്ഠർ ഒരു വിളംബരം നടത്തി. എള്ളുദാനം സ്വീകരിക്കുന്നവർക്ക് അതിനോടൊപ്പം സ്വർണ്ണക്കട്ടികളും നൽകുന്നതാണ് എന്നതായിരുന്നു വിളംബരം. അയോധ്യയുടെ അതിർത്തി ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ശിങ്കാരമുനിയും പത്നിയും ഈ വിളംബരം കേൾക്കാനിടയായി. കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന മുനിയും പത്നിയും പ്രാർത്ഥനയും ജപവുമായി ആത്മീയപാതയിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഭക്തി മാത്രം മനസ്സിലുണ്ടായിരുന്ന ശിങ്കാരമുനിക്ക് ആശ്രമത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചൊന്നും യാതൊരു വിചാരവും ഉണ്ടായിരുന്നില്ല. എള്ളുദാനത്തെ പറ്റിയുള്ള വാർത്ത കേട്ട മുനിപത്നിക്ക് ഇത് തങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള ഒരു വഴി ദൈവമായിട്ട് കാണിച്ചു തന്നതായിട്ടാണ് തോന്നിയത്. എള്ളുദാനത്തിനൊപ്പം പാപങ്ങളും സ്വീകരിക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടി മുനിപത്നിക്ക് അത് സ്വീകരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അവർ അത് ശിങ്കാരമുനിയോട് അവതരിപ്പിച്ചു. കാര്യവിവരണം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം കുപിതനായി. എന്റെ ഇക്കാലം അത്രയുമുള്ള തപസ്യ നഷ്ടപ്പെടുത്തി ഞാനൊരു പാപിയാകണമെന്നാണോ പറയുന്നത്? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ശാന്തനാക്കാൻ വേണ്ടി മുനിപത്നി ഇങ്ങനെ പറഞ്ഞു. സ്വാമി, അങ്ങയുടെ തപസ്യ നഷ്ടപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുമോ? നമ്മുടെ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനിത് കണ്ടത്. ശ്രീരാമൻ പരബ്രഹ്മത്തിന്റെ അവതാരമാണെന്നല്ലേ കേട്ടുകേൾവി. എള്ളുദാനം സ്വീകരിച്ചാലുടൻ അങ്ങ് ശ്രീരാമചന്ദ്രനെ കണ്ടു വണങ്ങൂ. അതിലൂടെ അങ്ങയുടെ സകല പാപങ്ങളും ഇല്ലാതാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. പത്നിയുടെ വാക്കുകൾ കേട്ട ശിങ്കാരമുനിക്ക് അത് ശരിയാണെന്ന് തോന്നി. താനായിട്ട് ഇതുവരെ തന്റെ പത്നിയുടെ ആവശ്യം നിവർത്തിച്ചു കൊടുത്തിട്ടില്ല. എള്ളുദാനം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. എള്ളുദാനം സ്വീകരിക്കാൻ ഒരു തപസ്വി വരുന്നെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇത്രയും മഹാനായ ഒരു തപസ്വി എന്തിനാണ് ഇത്തരത്തിലൊരു ദാനം സ്വീകരിക്കുന്നതെന്ന് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കേവലം സ്വർണ്ണക്കട്ടികൾക്ക് വേണ്ടി സ്വയം ഗുണങ്ങൾ ത്യജിക്കുന്ന മുനിയെ ഓർത്ത് ആളുകൾ പരിതപിച്ചു. ഇക്കാര്യം വസിഷ്ഠ മഹർഷിയും അറിയാനിടയായി. മുനി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലാക്കിയ വസിഷ്ഠർ ദാനം സ്വീകരിച്ച ഉടൻ ശിങ്കാരമുനി ശ്രീരാമദർശനം നടത്തിയാൽ തങ്ങൾ ഉദ്ദേശിച്ച ഫലസിദ്ധി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി. അതിനാൽ ദാനം സ്വീകരിച്ചു കഴിഞ്ഞാലുടൻ ദർശനം നടക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് അദ്ദേഹം ചിന്തിച്ചു. ദാനം സ്വീകരിക്കാൻ ശിങ്കാരമുനി കൊട്ടാരത്തിലെത്തി മുനിക്ക് ശ്രീരാമൻ എള്ള് ദാനം ചെയ്തു. ദാനം സ്വീകരിച്ചു കഴിഞ്ഞതും പെട്ടെന്നൊരു മറ ഇരുവർക്കുമിടയിൽ തീർത്തുകൊണ്ട് ഒരു തിരശീല വീണു. മുനി ആശയക്കുഴപ്പത്തിലായി. വിഷമത്തോടെ സ്വർണ്ണക്കട്ടികൾ വാങ്ങാൻ നിൽക്കാതെ അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങി. എന്നാൽ അദ്ദേഹം മടങ്ങിയെത്തുന്നതിന് മുന്നേ തന്നെ ഭടന്മാർ സ്വർണ്ണക്കട്ടികൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. വിഷണനായി എത്തിയ മുനിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ പത്നി കുഴഞ്ഞു. ഒരു ഉപായമെന്നോണം അവർ പറഞ്ഞു. പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞാൽ ശ്രീരാമൻ പ്രജകളെ ദർശിക്കാതെ വരില്ല. അപ്പോൾ അദ്ദേഹത്തെ വണങ്ങി പാപമുക്തി നേടാം. അങ്ങനെ തന്നെ മുനിയും കരുതി. അങ്ങനെ പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞ് തേരിൽ വന്ന് ശ്രീരാമന്റെ അടുത്തെത്തി മുനി സാഷ്ടാംഗം നമസ്കരിച്ചു. തേരിൽ നിന്നും ഇറങ്ങി ശ്രീരാമൻ മുനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു. എള്ളുദാനം സ്വീകരിച്ചതിനാൽ കുറച്ചുകാലം മനസ്താപത്തോടെ കഴിയേണ്ടി വന്നു അല്ലേ? ഇനി താങ്കൾ ആകുലപ്പെടേണ്ടതില്ല. നഷ്ടമായ തപശക്തി താങ്കൾക്ക് ഉടൻ തന്നെ തിരികെ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു. എത്ര കുശാഗ്രബുദ്ധി പ്രയോഗിച്ചാലും വിധി പോലെ യഥാക്രമം മാത്രമേ നടക്കൂ എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ചെറിയ കഥാസന്ദർഭം. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.